റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സിൽ കുതിച്ചുകയറി ഭാരതം. അമേരിക്കയും ചൈനയും പിന്തള്ളിയാണ് ഭാരതം 16-ാം സ്ഥാനത്ത് എത്തിയത്. 154 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഭാരതം 16-ാം സ്ഥാനത്ത് എത്തിയത്. പൗരാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും പരിസ്ഥിതി നിലപാടുകളിലും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയാണ് റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്. വിവരങ്ങൾ നൽകാൻ ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ അറിയേണ്ടത് എന്താണ് ഈ റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ്? ഒപ്പം ഈ 154 രാജ്യങ്ങളുടെ പട്ടികയിൽ എങ്ങനെയാണ് ഭാരതം 16-ാം സ്ഥാനത്തെത്തിയത്? എന്തൊക്കെ നേട്ടമാണ് ഇത് സമ്മാനിച്ചത്? ഒപ്പം ബാക്കി വിവരങ്ങൾ കൂടി. തീർച്ചയായും അശ്വതി, ഈ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. പലതരം ഇൻഡെക്സുകൾ നമുക്കറിയാൻ സാധിക്കും. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ സാമൂഹ്യ വികസന സൂചിക, അത്തരത്തിലുള്ള വിവിധങ്ങളായ സൂചികകളുണ്ട്. അത്തരത്തിൽ ഓരോ സ്പെഷ്യലൈസ്ഡ് സെക്ടറുകളിൽ ഓരോ സൂചികകളായിരിക്കും. അതിൻ്റെ സമഗ്രമായ പഠനത്തിലൂടെയായിരിക്കും നമുക്ക് കൃത്യമായൊരു ചിത്രം ലഭ്യമാവുക. പക്ഷേ അതിനെല്ലാം തന്നെ ആധാരമാകുന്ന ഘടകങ്ങൾ ഏത് നമുക്കറിയാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ പല സോഷ്യൽ റിസർച്ച് സർവേകൾക്കൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ച, ലോകതലത്തിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ അംഗീകാരം ലഭിച്ച ചില സർവേ മെത്തേഡുകൾക്കൊക്കെ ആഗോളതലത്തിൽ വലിയ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. അത്തരത്തിൽ പ്രൈസുകൾ ലഭിച്ച ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പ്രത്യേക സംവിധാനം, ഒരു ചർച്ചാ മെത്തഡോളജി അല്ലെങ്കിൽ പരിശോധനാ മെത്തഡോളജിയാണ് ഈ റെസ്പോൺസിബിൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു സംവിധാനം. അത് നാഷണൽ റെസ്പോൺസിബിലിറ്റി, അതായത് രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ രാജ്യം എന്ന് പറയുന്നത് പൗരന്മാരുടെ ഒരു സമൂഹമാണ്. ഈ പൗരന്മാരുടെ സമൂഹത്തോട് പൗരന്മാരോട് പൂർണ്ണമായും അവരുടെ പൗരാവകാശങ്ങൾ സംരക്ഷിച്ച്, സിവിക് റൈറ്റ്സുകൾ പൂർണ്ണമായും സംരക്ഷിച്ച്, ഏത് രീതിയിലാണോ അവരെ പൗരന്മാരെ നിലനിർത്തേണ്ടത് അവർക്ക് അനുകൂലമായ, അതായത് നമുക്കറിയാവുന്നതാണ് ഭരണഘടനയിലെ 21-ാം അനുച്ഛേദ പ്രകാരം ജീവിക്കാനുള്ള അവകാശം വിഭാവനം ചെയ്യുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. അവിടെ നിന്ന് തന്നെ ഈ റെസ്പോൺസിബിലിറ്റി ഇൻഡെക്സിൻ്റെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നു. അത് ഇംപ്ലിമെൻ്റ് ആകുന്ന രീതികൾ, അത് ജഡ്ജി മെയ്ഡ് ലോ, അത് ജഡ്ജിമാർ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതികൾ, അത്തരത്തിലുള്ള രീതികളിൽ അതിൻ്റെ ജുഡീഷ്യൽ സർവേയുടെ ഭാഗമായി എത്ര കണ്ട് പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. അതായത് മനുഷ്യാവകാശ വിഷയങ്ങളുണ്ടാകാം, പൗരാവകാശ വിഷയങ്ങളുണ്ടാകാം. നമുക്കറിയാവുന്നതാണ് PIL ഉൾപ്പെടെയുള്ള പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെ വലിയ തോതിൽ വലിയ ശക്തമായ രീതിയിലുള്ള ഉപകരണങ്ങളായി മാറിയ ചരിത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഘടകങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ച ഘടകങ്ങൾ, പരിസ്ഥിതി, തീർച്ചയായും പാരിസ്ഥിതികമായ വിഷയങ്ങളുണ്ട്. അതായത് നമുക്കറിയാം ഗ്രീൻ ട്രിബ്യൂണൽ പോലുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. പാരിസ്ഥിതിക നിയമങ്ങൾ കൃത്യമായുണ്ട്. അത് നടപ്പാക്കുന്നതിനുള്ള നടപടികളുണ്ട്. അതിന് കൃത്യമായും പരിസ്ഥിതിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനം പോലും നമുക്കുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ ഘടകങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു റെസ്പോൺസിബിൾ നേഷൻ ആണോ എന്ന് പരിശോധിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അത്തരത്തിലൊരു ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് പല ധാരണകളും, അന്താരാഷ്ട്ര പാരിസ്ഥിതിക ധാരണകൾ, മെജോറിറ്റി ആക്ടിൻ്റെ ധാരണകൾ, അത്തരത്തിൽ അതായത് പ്രായപൂർത്തിയാവുന്നതിനുള്ള സംബന്ധിച്ച ധാരണ, സമുദ്ര നിയമങ്ങളിലെ ധാരണ, ഇത്തരത്തിൽ വിശാലമായ ധാരണകളിലൂടെ ഒരു മനുഷ്യൻ്റെ പൗരാവകാശങ്ങൾ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവൻ്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുകയും എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്ന രാജ്യമെന്ന രീതിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഘടകങ്ങളെ പരിശോധിക്കുന്നൊരു സംവിധാനമാണിത്. ഈ സംവിധാനത്തിൻ്റെ നിരീക്ഷണത്തിലാണ് 154 രാജ്യങ്ങളിൽ 16-ാം സ്ഥാനത്ത് ഭാരതം എത്തിയിരിക്കുന്നത്. തീർച്ചയായും ചൈന താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജനാധിപത്യത്തിൻ്റെ വിഷയത്തിൽ ഭാരതമാണ് ഏറ്റവും വലിയ ജനാധിപത്യം. സ്വാഭാവികമായും ചൈനയിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിൽ നിന്നും നമ്മൾ മുന്നോട്ട് പോയത് പോവർട്ടി എലിവേഷൻ്റെ വിഷയങ്ങളായിരിക്കാം, അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളായിരിക്കാം. അത്തരത്തിലുള്ള വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഇൻഡെക്സിലാണ് ഭാരതം 16-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷിതമായ ജീവിതം ഒരു രാജ്യമെന്ന നിലയിൽ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നതിൻ്റെ ഇൻഡെക്സ് ആണിത്. അതിലാണ് 16-ാം സ്ഥാനത്ത് രാജ്യം. വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ചൈനയും അമേരിക്കയും ഒക്കെ പിന്തള്ളിയാണ് ഈ 154 രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം 16-ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത്. ഐസൻ ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആ വിവരങ്ങൾ വളരെ വിശദമായി പ്രേക്ഷകർക്കായി പങ്കുവച്ചത്.